ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ. അപ്പോൾ ഇന്നിതാ നമ്മൾ ഈദ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം കംപ്ലീറ്റ് ത്രൂ ഔട്ട് വീഡിയോ ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഹാപ്പിനെസ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ആക്ച്വലി വെള്ളിയാഴ്ചയാണ്. അതായത് ഇന്നെന്താടാ ഡേറ്റ്? മാർച്ച് സോറി ഇന്നിതാ മാർച്ച് 20 വെള്ളിയാഴ്ചയാണ്. അപ്പൊ നമ്മളെ പെരുന്നാൾ ഡേ ആണ്. തലേ ദിവസം നല്ല ഹാപ്പി ആയിട്ട് നമ്മളിതാ കച്ചേരിപ്പടി കാര്യങ്ങളിലൊക്കെ പോയി അടിപൊളി മാക്സിമം എൻജോയ്. അതിന്റെ കുറച്ച് ക്ലിപ്സും ഞാൻ ഇതിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ഇതാ നമ്മൾ വീട്ടിൽ കാര്യമായിട്ട് ഫുഡ് കാര്യങ്ങളൊന്നും മേക്കിങ്ങിന് നിന്നിട്ടില്ല. നമ്മൾ പതിവ് പോലെ തന്നെ ദം ബിരിയാണിയിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഫുഡ് കാര്യങ്ങൾ ഓർഡർ ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ. അപ്പം കസ്റ്റാർഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ നമ്മൾ എന്തായാലും മോർണിംഗ് തൊട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. മോർണിംഗിൽ എണീറ്റതും അതുപോലെ തന്നെ വലിയ പള്ളിയിൽ പോയി, അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് റിലേറ്റീവ്സിന്റെ വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടോ. അപ്പം അതൊക്കെ കണ്ടുനോക്കാം. ഇവിടെ ഇതൊക്കെ ആകാശത്തിലേക്കല്ലേ ഈ കൂടണേ കത്തണേ. സ്റ്റിക്കറാണ്, എന്താണെന്നാണ് കഥ നോക്കാം. ഹായ് ഗൈസ്, അപ്പം അതാണ് നമ്മൾ ഇഷ്മാൻ പള്ളിയിൽ പോകുന്ന ഇഷ്മാൻ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റില്ലേ. ഷൂ ഒക്കെ പിന്നെ പള്ളി കഴിഞ്ഞിട്ടില്ലേ. അവൻ്റെ ഒരു ചീഞ്ഞ മീൻകുളം ഉണ്ട് ഇവിടെ. മീൻകുളം ഗപ്പി എത്താതിൻ്റെയൊക്കെ ചെയ്യല്. വെള്ളം മാറ്റിയില്ല എനിക്ക്. വെള്ളം മാറ്റാനില്ല. നല്ലൊരു റൂമിലെയോ മറ്റേ ഗപ്പി. പോയിക്കോ, പോവാൻ നോക്കിയോളി. പുതിയ ഗസ്റ്റ് ഓർഡർ ഇനി നിങ്ങള് അജ്മല്ലോ. അങ്ങനെ നമ്മുടെ പള്ളിക്കൽ 8 മണിക്കാണ് നിസ്കാരം കേട്ടോ. പെരുന്നാൾ നിസ്കാരമല്ല. അപ്പം അവരതാ പോകുന്നത്. സിധു അവൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നു കേട്ടോ. അതുകൊണ്ടാണ് അവൻ ഇവിടുന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നവനിപ്പം ഇതാ രാവിലെയാണ് ഷോപ്പിൽ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാ ജൂജു പോയിട്ടില്ല കേട്ടോ. ജൂജുവിന് പിന്നെ നമ്മൾ ഉണർത്തിയ ശേഷം പിന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഇവരും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിട്ടോ. എനിക്ക് ഇതാ ഫ്രണ്ട്സിലെ വീട്ടിലൊക്കെ പോയിട്ട് പെരുന്നാൾ പൈസ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിലെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു വിസിറ്റിംഗ് അവർക്ക് ഡെയിലി ഉള്ള കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം അവരുടെ വിസിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ആണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നിൽക്കുക കേട്ടോ. അപ്പം ഇവർ ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് എല്ലാ വീട്ടിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ജൂജുവിന് സന്തോഷമാവും ചെയ്യും. നമ്മൾ പറയും പിന്നെ അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഇപ്രാവശ്യം ദം ബിരിയാണിയിലെ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് 1 kg ഓർഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, അച്ചാറുണ്ട്, ഒരു പാക്ക് തൈര്. പിന്നെ നമുക്ക് ബിരിയാണി മസാല ഇതിലേക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നല്ല സ്മെല്ലുണ്ട് അല്ലേ ജിജു? ഇതൊരു ബക്കറ്റിന് എത്രയാണ്? ബീഫ് ബിരിയാണിക്ക് എത്രയാണ്? അടിപൊളി മസാല. രക്ഷയിലിട്ട് വേണം.
ഫ്രൈ പാൻ്റെ ബിരിയാണിയാണ് നിങ്ങൾ മലപ്പുറത്ത് പോയി കൊണ്ടുവരണം മസാല ബീഫ് ബിരിയാണി അങ്ങനെ ജൂജൊക്കെ കഴിക്കുന്നു അല്ലേ? ഇവിടെ ഒരു വീട്ടിൽ വന്നു ഫോട്ടോ എടുക്കാൻ. വാ ചാടി കളിച്ചത് ചിരിച്ച് ചാടി ചാടി. ഇതാ നമ്മളടുത്ത് തന്നെ നമ്മുടെ മൂത്തമ്മയുടെ വീടുണ്ട് കേട്ടോ, ഉമ്മയുടെ അടുത്തിൻ്റെ വീടാണ്. അപ്പം ഫസ്റ്റ് അവിടെ പോയിട്ട് ഇതാ അവിടുന്ന് കസ്റ്റാർഡ് പായസം സംഭവങ്ങളൊക്കെ കുടിച്ചിട്ടോ. മെയിനായിട്ട് അവിടെ വേഗം പോയത് എന്താ വെച്ചാൽ അവിടുത്തെ മോനുണ്ട് പേരക്കുട്ടി, അപ്പോൾ അവൻ നന്നായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തരും. അപ്പം അതൊക്കെ കഴിക്കാമെന്ന് കരുതി. അപ്പം ഡെയിലി നമ്മളെല്ലാ പെരുന്നാൾക്കും ഈ വീടുകളിൽ പോകുന്നതാണ്, നിങ്ങൾക്ക് വ്ളോഗുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നേരക്കേടെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം ഇവിടെ ചെറിയ മോള് മാത്രമേ ഉള്ളൂ, മറ്റേ വലിയ ആൾ എത്തിയിട്ടില്ല, അവള് നൈറ്റിലൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പായസം സംഭവങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് ഡെസേർട്ട് ഐറ്റംസ് നമ്മൾ ഇവിടെ നിന്ന് എല്ലായിടത്തും ട്രൈ ആക്കി. അപ്പോൾ രാവിലത്തെ വിഷ്വൽസ് ഒക്കെ കണ്ടു. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ ഈ ചപ്പൽസ് തൊട്ട് കാണിച്ചെടുക്കാം. ഇത് ആക്ച്വലി എന്താ പറയുക, നമ്മൾ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചെരുപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാനി വളയാണിത്. പിന്നെ ഇതൊക്കെ മൈലാഞ്ചി ഇട്ടിരുന്നു, പക്ഷെ ഫ്ലോപ്പായി ഗൈസ്, മൈലാഞ്ചി ചോന്നില്ല. ഇനി രണ്ടാമൊന്നും ഇട്ട് നോക്കണം. ഇത് നമ്മളെ പശ്മിന ഷോളാണ്, കാശ്മീരി പശ്മിന ഷോളാണ്. ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഇട്ട് കണ്ടപ്പോൾ എനിക്കൊരു പൂതി, എങ്ങനെയുണ്ട്, എന്തായാലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. പിന്നെ ജസ്റ്റ് ഒരു സിമ്പിൾ ലുക്ക് ആക്കിയുള്ള ഒരു ഇതാക്കാന്ന് കരുതി. അപ്പം എന്തായാലും ഇനിയിപ്പം മൊറയൂർ പോവും. അതിന് മുമ്പ് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇവരൊക്കെ ജുമക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പം ഇവർക്ക് മക്കളൊക്കെ ടയേർഡായിട്ടോ. ഒന്നാമത് നല്ല പുറത്തല്ല വെയിലുണ്ട്. നമ്മൾ പുറത്ത് വിസിറ്റ് ചെയ്ത് ഫാമിലീസിൻ്റെ വീടൊക്കെ വിസിറ്റ് ചെയ്ത് വന്നപ്പോൾ മൂത്തമ്മൻ്റെ വീടുണ്ട്, അതുപോലെ തന്നെ ഇക്കടെ ബ്രദറിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി വന്നു. ഇനി നമ്മുടെ കസ്റ്റാർഡ് കഴിച്ചിട്ടില്ല, എല്ലാ വീട്ടിൽ നിന്നും സാമ്പിളായിട്ട് ഡെസേർട്ടുകൾ ഇതൊക്കെ ട്രൈ ആക്കി. ഇനിയിപ്പം ഇവിടെ ആരും വന്നിട്ടില്ല, പൊതുവേ ഇവിടെ എല്ലാവരും വരെയുണ്ട്. ഇന്ന് ഫ്രൈഡേ ആയെന്നാണെന്ന് തോന്നുന്നത്, അങ്ങനെ ആരും എത്തിയിട്ടില്ല. എന്താ നോക്കാം. അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വഴിയെ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. ഫ്രണ്ട്സ് എടുക്കൂ, ഇതാണ് ഇഷുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ? എടുക്കല്ലേ? ആ എടുത്തോ. ആ എനിക്ക് കസ്റ്റാർഡാ. ഇവരെ ചുമ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഫാമിലി ആയിട്ട് വീഡിയോ കോളൊക്കെ കഴിഞ്ഞൊന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്തു കേട്ടോ. കുട്ടിമൻ എങ്ങോട്ട് പോകുന്നു പറയൂ. 5 മണിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മൊറയൂർ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും ലഗേജുകളൊക്കെ പെരുന്നാൾക്ക് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് നമ്മൾ നേരെ മൊറയൂർ വീട്ടിലേക്ക് പോവാണ്. അപ്പം സമയം 6:30 ആവാറായിട്ടുണ്ട്. ബാക്കിൽ ചെയ്തു ഷൂ, നമ്മളെ ലഗേജുകൾ, തേങ്ങ കൊപ്പര ഒക്കെ കൊണ്ടാ പോണത്. നമ്മളവിടെ ഫുൾ പണിയല്ലേ. ജൂജുവിന്റെ കയ്യിലൊരു സംഭവം ഉണ്ട്. ജൂജു ഇന്ന് രാത്രി ഒരു അടിപൊളി സംഭവം ഉണ്ട് അല്ലേ? ദീപാവലി പടക്കം. അപ്പൊ വിഷുവിന് പടക്കം ഉണ്ടാവില്ലടാ, ഞാൻ ദീപാവലിക്കുള്ളൂ. അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നിങ്ങൾ ഒറ്റക്കാവൂലേ 2 ദിവസം? എന്നും ഞാൻ ഒറ്റയ്ക്കല്ലേ. എലി മൊയല് ഒക്കെ ഉണ്ട് കൂട്ടിന്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണല്ലേ ജോജു? ഹാപ്പി. തിങ്കളാഴ്ചയാണ് സ്കൂളുള്ളത്, ബുക്ക്ലെസ് ഡേ. അപ്പം എന്തായാലും ഈ ഇതിങ്ങനെ ഇവിടെ കഴിയാൻ പോവാണ്.
മുഖത്ത് ഈ ബ്ലോക്ക് കാണുമ്പോൾ എപ്പോഴും ആലോചിക്കലാണ് വേറെ ഏതേ റൂട്ട് കൂടെ പോയി വീട്ടിലെത്തിയാലോ എന്നൊക്കെ. കാരണം അത്രയും മുഷിപ്പുന്ന ഒരു ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി എത്ര ട്രാഫിക് പരിഷ്കരണങ്ങൾ നടത്തിയിട്ടും ഈ ഒരു ബ്ലോക്കിനൊരു പരിഹാരം ഇവിടെ ഇതുവരെ വരുന്നില്ല. അപ്പം ആക്ച്വലി കുറച്ചധികം നമ്മൾ നിന്ന ശേഷം നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് എൻട്രി ചെയ്യാണ്. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പം സാധാരണ എനിക്ക് എന്താ പറയുക, നോമ്പിന് എനിക്ക് നിൽക്കാൻ വലിയ ചാൻസ് കിട്ടില്ല. കാരണം ഒറ്റക്കം ഇപ്രാവശ്യം എനിക്ക് ആലപ്പുഴ ആ ഒരു ഏരിയയിലൊക്കെ പോയതുകൊണ്ട് അത് 4 ദിവസം നോമ്പിന് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കെ കഴിഞ്ഞിട്ടുള്ള ഇവിടെ അമ്മച്ചിയും പെച്ചും പിന്നെ റെജിയും മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം സീതു ഓൾറെഡി നമ്മളെ കൂടെ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇവർക്ക് എന്താ പറയുക, കസ്റ്റാർഡ് മതി, അങ്ങനെ ഹെവി ആയിട്ട് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കസ്റ്റാർഡ് ചായ ഇതൊക്കെ തന്നെയാണ് കുടിച്ചിട്ടുള്ളത്. ജ്യൂസൊക്കെ ഉമ്മ അപ്പ എല്ലാവരും ഉണ്ട്. ഇവിടെ എത്തിയാൽ പിന്നെ മക്കൾ വേഗം ഇപ്പൻ്റെ ഫോൺ വേഗം ഓരോ കൈക്കലാക്കും കേട്ടോ. അതിനനുസരിച്ചൊരു തടിയായി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇതിൻ്റെ വ്ളോഗ് എന്നുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഡെയിലി എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ട്രിപ്പിൻ്റെ, അതായത് നമ്മുടെ കാശ്മീർ ഡൽഹി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ, രാജസ്ഥാനിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം നെക്സ്റ്റ് വ്ളോഗ്സൊക്കെ നമ്മുടെ ആ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം ടാറ്റാ ബൈ, അടുത്ത വ്ളോഗിൽ കാണാം.